മലപ്പുറം ജില്ലയിൽ കോളറ രോഗം എത്തിയത് ഓടയിലെ വെള്ളത്തിലൂടെയാണെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി. ഓടകളിൽ നിന്ന് ആരോഗ്യവകുപ്പ് ശേഖരിച്ച വെള്ളം വയനാട്ടിലെ സർക്കാർ ലാബിൽ പരിശോധിച്ചപ്പോഴാണ് വിബ്രിയോ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഓടകൾ ഒഴുകിച്ചേരുന്നത് ഭാരതപ്പുഴയിലാണെന്നിരിക്കെ പ്രദേശവാസികൾ വെള്ളം ഉപയോഗിക്കുന്നതിൽ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. മലപ്പുറം മേഖലകളിൽ കോളറ രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് വിവിധ മേഖലകളിലെ കിണറുകളിലെയും ജലനിധിയിലെയും ഓടകളിലെ വെള്ളവും ശേഖരിച്ച പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഈ പരിശോധനാ ഫലത്തിലാണ് കാനകളിലെ വെള്ളത്തിൽ കോളറ പരത്തുന്ന വിബ്രിയോ ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. കോളറ ബാധിച്ച് ചികിത്സയിലുള്ളവർ ഈ വെള്ളം നേരിട്ടോ അല്ലാതെയോ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചിരിക്കാമെന്നാണ് ആരോഗ്യവകുപ്പ് നിഗമനം. അതേസമയം കുറ്റിപ്പുറത്ത് രോഗം പടർന്നു പിടിക്കുമ്പോഴും മാലിന്യ സംസ്കരണത്തിന് ശരിയായ വഴി കണ്ടെത്താൻ പഞ്ചായത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഞങ്ങളെ ഈ ടൗണിൽ നിന്ന് വെള്ളം മുഴുവൻ പോകുന്ന ഈ ഭാരത ഞങ്ങളെ തൊട്ട വേപ്പില് നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ അതിലൊരു സ്റ്റാലുണ്ട്, അതിലാണ് ആ വെള്ളം മുഴുവൻ പോകുന്ന ഭാരതപ്പുഴയ്ക്ക്. ആ വെള്ളം തന്നെയാണ് ഈ പഞ്ചായത്ത് ഞാൻ കുടിക്കാൻ തരുന്നത്. ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയ കാനകളിലെ വെള്ളം നേരെ ഭാരതപ്പുഴയിലേക്കാണ് ഒഴുകിയെത്തുന്നത് എന്നതും ആരോഗ്യവകുപ്പിനെ ആശങ്കയിലാക്കുന്നുണ്ട്. ഭാരതപ്പുഴയെ ആശ്രയിച്ച നിരവധി കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. റിപ്പോർട്ടർ, മലപ്പുറം.